എൻ്റെ പേര് സഫ ഫസൽ മരക്കാർ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കുറെ പേർ ചോദിച്ചു കൊണ്ടിരിക്കുന്ന ചോദ്യത്തിന് മറുപടിയുമായാണ് ഇന്ന് വന്നിട്ടുള്ളത്. അതിലെ ഒന്നാമത്തെ ചോദ്യം എന്തുകൊണ്ടാണ് ചാനലിന് കുഞ്ഞാലി മരക്കാർ എന്ന് പേരിട്ടിരിക്കുന്നത് എന്നാണ്. രണ്ടാമത്തെ ചോദ്യം കുഞ്ഞാലി മരക്കാർ കുടുംബവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നതാണ്. അപ്പൊ അതിലേക്കുള്ള ഉത്തരങ്ങളാണ് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത്. കുറച്ച് എപ്പിസോഡുകളായിട്ടാണ് മരക്കാർ ഫാമിലി ചരിത്രം പറയാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാ എപ്പിസോഡുകളും നിങ്ങൾ കാണണം. കുഞ്ഞാലിമാരെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ. ഒന്നാമൻ മുതൽ നാലാമൻ വരെ, കൂടാതെ നാലാമന് ശേഷമുള്ളവരുടെ ചരിത്രം കൂടി പറഞ്ഞാലേ നിങ്ങൾക്ക് ഇതിനുള്ള ഉത്തരം മനസ്സിലാവുകയുള്ളൂ. പൂർണ്ണമായും കേൾക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. മരക്കാർമാർ യമനിൽ നിന്നും ഇന്ത്യയുടെ കോറമാൻഡൽ തീരങ്ങളിൽ വന്നെത്തിച്ചേർന്നവരാണ് എന്നാണ് പ്രശസ്ത ചരിത്രകാരൻ മൻസൂർ നൈന പറയുന്നത്. യമനിൽ ആഭ്യന്തര കലാപം രൂക്ഷമായ സമയത്ത് അവിടുത്തെ രാജകുടുംബത്തിൽപ്പെട്ട സയ്യിദ് ജമാലുദ്ദീൻ എന്നയാൾ കുറെ കപ്പലുകളായി തന്റെ സംഘത്തോടൊപ്പം കോറമാൻഡൽ തീരങ്ങളിൽ എത്തിച്ചേരുകയും പാണ്ഡ്യ രാജാവായ സുന്ദരരാജ പാണ്ഡ്യന്റെ സഹായത്താൽ അവിടങ്ങളെ കച്ചവടം ആരംഭിക്കുകയും ചെയ്തു. കാലക്രമേണ ഇദ്ദേഹത്തിന്റെ സത്യസന്ധതയും വ്യക്തിത്വവും കണ്ട് രാജഭരണത്തിൽ പോലും ജമാലുദ്ദീന് പ്രാധാന്യം ലഭിച്ചിരുന്നതായും മൻസൂർ നൈന അദ്ദേഹത്തിന്റെ നൈന മരക്കാർ ചരിത്രം അറിയപ്പെടാത്ത ഏടുകൾ എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്. ചില തമിഴ് ചരിത്രകാരന്മാരുടെ അഭിപ്രായം ഇവർ ഈജിപ്തിൽ നിന്നോ മൊറോക്കയിൽ നിന്നോ വന്നവരാണ് എന്നാണ്. എവിടെ നിന്ന് വന്നവരായാലും സയ്യിദ് ജമാലുദ്ദീന്റെ പിൻഗാമികളാണ് മരക്കാർമാർ എന്നുള്ളത് സത്യമാണ്. സയ്യിദ് ജമാലുദ്ദീൻ സയ്യിദ് വംശത്തിലുള്ളതാണെന്ന് സംശയിക്കപ്പെടുന്നുണ്ട്. തമിഴ്നാട്ടിലെ തമിഴ് ബ്രാഹ്മണ സ്ത്രീകളെ ഇവർ വിവാഹം കഴിക്കുകയും തദ്ദേശരായി മാറുകയും ചെയ്തിരുന്നതായി തമിഴ് ചരിത്രകാരന്മാർ വ്യക്തമാക്കുന്നു. രത്നം, സുഗന്ധദ്രവ്യങ്ങൾ, കപ്പൽ നിർമ്മാണം, കുതിര കച്ചവടം, അരിക്കച്ചവടം തുടങ്ങിയ അനവധി മേഖലകളിൽ വ്യാപാരം നടത്തിയവരായിരുന്നു മരക്കാർമാർ. മരക്കാർമാരെന്നും നൈന മരക്കാരെന്നും ഇവർ അറിയപ്പെട്ടിരുന്നു. ഇവർ കൊച്ചി തീരങ്ങളെ കേന്ദ്രമാക്കിയും കച്ചവടങ്ങൾ ആരംഭിക്കുകയുണ്ടായി. പോർച്ചുഗീസുകാർ കേരള തീരത്തെത്തുന്നതുവരെ സമാധാനത്തോടെ കച്ചവടത്തിൽ ഏർപ്പെട്ടവരായിരുന്നു ഇവിടെയുള്ളവർ. എന്നാൽ വാസ്കോഡ ഗാമ കേരള തീരത്ത് എത്തിയതു മുതൽ കഥ മാറി. കേരളത്തിലെ കച്ചവടക്കാരെ കടലിലൂടെ സഞ്ചരിക്കുവാനോ കച്ചവടം നടത്താനോ പോർച്ചുഗീസുകാർ സമ്മതിച്ചില്ല. പോർച്ചുഗീസുകാരുടെ നേതൃത്വത്തിൽ കൊലയും കടലിൽ വ്യാപകമായി. ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വരികയായിരുന്നവർ സഞ്ചരിച്ചിരുന്ന കപ്പലിന് ഗാമയും കൂട്ടരും കണ്ണൂരിൽ വെച്ച് തീ വെക്കുകയും കപ്പലിൽ ഉണ്ടായവർ മൊത്തം അതിൽ കത്തിയെരിഞ്ഞു പോവുകയും ചെയ്തു. കുരിശ് യുദ്ധവുമായി ബന്ധപ്പെട്ട യൂറോപ്യന്മാരുടെ തീരാപ്പകയാണ് ഇത്തരം ക്രൂരതകളിലേക്ക് എത്തിച്ചേരുവാനുള്ള മാനസികാവസ്ഥയിലേക്ക് അവരെ എത്തിച്ചതെന്ന് ചില ചരിത്രകാരന്മാർ അവകാശപ്പെടുന്നു. സ്വസ്ഥമായി ജീവിക്കുവാനും കച്ചവടം നടത്തുവാനുമുള്ള അവകാശം ഹനിക്കപ്പെട്ടതോടെയാണ് സാമൂതിരി രാജാവിന്റെ ആവശ്യപ്രകാരം സൈനുദ്ദീൻ മഖ്ദൂം പോർച്ചുഗീസുകാർക്കെതിരെ പോരാടുവാനുള്ള ആഹ്വാനം പൊതുജന സമൂഹത്തിന് മുൻപിൽ മുഴക്കുന്നത്. പോർച്ചുഗീസ് മേധാവിത്വം കൊച്ചി രാജ്യത്ത് അടിയുറച്ചതോടെ ഇസ്മായിൽ മരക്കാറിന്റെ കീഴിൽ പറങ്കികൾക്കെതിരെ മരക്കാർമാർ ആയുധമേന്തി. കൊച്ചി രാജാവ് പറങ്കികൾക്ക് അനുകൂലമായിരുന്നു. കൊച്ചി കോഴിക്കോട് യുദ്ധത്തിൽ ഇവരുടെ പിന്തുണ സാമൂതിരിക്കായിരുന്നു. യുദ്ധാനന്തരം മമ്മാലി, കുഞ്ഞാലി ഒന്നാമൻ എന്നിവരടക്കമുള്ള മരക്കാർ കുടുംബം സാമൂതിരിയുടെ കോഴിക്കോട് രാജ്യത്തെ പൊന്നാനിയിലേക്ക് താമസം മാറ്റി. ഖാദിരിയ ധരീഖയിലെ ആത്മീയ ഗുരുവായിരുന്ന സൈനുദ്ദീൻ മഖ്ദൂമിന്റെ ആവശ്യമനുസരിച്ചായിരുന്നു ഈ താമസമാറ്റം. മഖ്ദൂമിന്റെ നിർദ്ദേശാനുസരണം മമ്മാലി, കുഞ്ഞാലി ഒന്നാമൻ, ഇബ്രാഹിം അലി എന്നിവർ കോഴിക്കോട് രാജാവായിരുന്ന അന്നത്തെ സാമൂതിരിയെ മുഖം കാണിക്കുകയും തങ്ങളുടെ ശരീരവും സൈനികരും നൗകകളും സമ്പത്തും കോഴിക്കോട് തീരം സംരക്ഷിക്കുവാൻ വാഗ്ദാനം ചെയ്യുകയുമാണ് ചെയ്തത്. രാജ്യത്തിന് വേണ്ടി ഉയിരും ഉടലും സ്വത്തും ബലി നൽകിയ കോഴിക്കോട്ടെ നാവിക സൈനികരുടെയും സൈന്യാധിപന്റെയും ചരിത്രം തുടങ്ങുന്നത് ഇവിടെ മുതൽക്കാണ്. ആദ്യകാലം മുതൽക്കേ മരക്കാർമാരുമായി സൗഹൃദ ബന്ധമുണ്ടായിരുന്ന സാമൂതിരി വാഗ്ദാനം സ്വീകരിക്കുകയും പൊന്നാനി കേന്ദ്രമാക്കി പോർച്ചുഗീസ് അധിനിവേശത്തിനെതിരെ പടപൊരുതുകയുമുണ്ടായി. തുടർന്ന് മരക്കാർ സൈന്യത്തിന് കോഴിക്കോട് നാവികസേനയായി സ്ഥാന ബഹുമതി നൽകിയ സാമൂതിരി മരക്കാർ കുടുംബത്തിലെ തലമുതിർന്ന അംഗമായ കുട്ടി അഹമ്മദ് അലി എന്ന കുഞ്ഞാലിക്ക് നാവികസേനാധിപതി സ്ഥാനവുമേകി.
അധികാര ചിഹ്നമായി സിൽക്ക് കൊണ്ടുള്ള തലപ്പാവ് അണിയിച്ചു. അങ്ങനെ കുഞ്ഞാലി ഒന്നാമനും സംഘവും നാവിക പടത്തലവനായി മാറുകയും പന്തലായനി കൊല്ലം കേന്ദ്രീകരിച്ച് സൈന്യത്തെ സജ്ജീകരിക്കുകയും മലബാർ തീരത്തെ വിവിധ പ്രദേശങ്ങളെ കേന്ദ്രീകരിച്ച് യുദ്ധങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. ചോമ്പാല, ഇരിങ്ങൽ, തിക്കോടി, കൊല്ലം, കോഴിക്കോട്, പറവണ്ണ, പൊന്നാനി, കൂട്ടായി, കണ്ണൂര് തുടങ്ങിയ വിവിധയിടങ്ങളിൽ മരക്കാർ പട തമ്പടിച്ചു. കുഞ്ഞാലി എന്നത് അലി റളിയല്ലാഹുവുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയ പേരായിരിക്കാം എന്ന് ചില ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. കുഞ്ഞാലി സ്ഥാനം നൽകിയ സാമൂതിരിയുടെ സമാന്തര സൈന്യമായിരുന്നു മരക്കാർമാരെന്ന് ചരിത്രകാരനായ ഡോക്ടർ MGS നാരായണൻ അഭിപ്രായപ്പെടുന്നുണ്ട്. സൈനിക മികവിലും സാമ്പത്തിക ശക്തിയിലും മരക്കാർമാർ മുന്നിട്ട് നിന്നു. ആദ്യകാലത്ത് ഹിറ്റ് ആൻഡ് റൺ എന്ന യുദ്ധതന്ത്രമാണ് കുഞ്ഞാലി പുറത്തെടുത്തത്. കൊച്ചിയിൽ നിന്ന് കണ്ണൂരിലെത്തിയ മമ്മാരി മരക്കാരെ കുറിച്ച് പഴയ പല ചരിത്ര ഗ്രന്ഥങ്ങളും പരാമർശമുണ്ട്. കുഞ്ഞാലി ഒന്നാമന്റെ സമകാലികനായ ഇദ്ദേഹം അറക്കല രാജവംശത്തിലെ പടത്തലവനായ വലിയ ഹസ്സനുമായി ചേർന്ന് കണ്ണൂർ തീരത്ത് പോർച്ചുഗീസുകാർക്കെതിരെ പട നയിച്ച കഥകൾ ധാരാളമുണ്ട്. മമ്മാലി മരക്കാര അതീവ ധനികനും പ്രതാപശാലിയും അക്കൊല്ലത്തെ ഏറ്റവും വലിയ കച്ചവടക്കാരിൽ ഒരാളുമായിട്ടാണ് ചരിത്രം രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. പന്തലായനി കൊല്ലത്തെ പാറപ്പള്ളിയിലായിരുന്നു ഒന്നാം കുഞ്ഞാലി മരക്കാരുടെ പ്രധാന കേന്ദ്രം. അതിനുള്ള പ്രധാന കാരണം പാറയുടെ മുകളിൽ നിന്നാൽ വിശാലമായ അറബിക്കടൽ കാണാം എന്നതായിരുന്നു. ദൂരെ നിന്നും വരുന്ന പറങ്കിക്കപ്പലുകൾ കണ്ടാൽ മുകളിൽ നിന്നും സിഗ്നൽ നൽകും. താഴെ തയ്യാറായി നിൽക്കുന്ന പട ചെറുവള്ളങ്ങളിൽ കൂട്ടത്തോടെ പോയി അറ്റാക്ക് ചെയ്യും. തീപന്തങ്ങൾ എറിഞ്ഞ് പായ്ക്കപ്പൽ നശിപ്പിച്ച് എല്ലാം തകർത്തെറിഞ്ഞ ശേഷം ചാട്ടുളി പോലെ അതിവേഗത്തിൽ രക്ഷപ്പെടും. പോർച്ചുഗീസ് അധിനിവേശത്തിനെതിരെ നിരവധി യുദ്ധങ്ങളാണ് കുഞ്ഞാലി ഒന്നാമന്റെ നേതൃത്വത്തിൽ അരങ്ങേറിയത്. 1506 പോർച്ചുഗീസ് സൈന്യത്തിനെതിരെ നടത്തിയ യുദ്ധമാണ് ഇതിൽ പ്രധാനം. സൈനിക തലവൻ അൽമേഡയുടെ കപ്പൽപ്പട വ്യൂഹത്തിനെതിരെയുള്ള ആക്രമണത്തിൽ സാമൂതിരിപ്പടയെ സഹായിക്കാൻ തുർക്കി, ഈജിപ്ത്, ഗുജറാത്ത് സുൽത്താൻമാരുടെ സഖ്യസൈന്യം അണിചേർന്നിരുന്നു. 1506 കണ്ണൂർ യുദ്ധത്തിൽ വിജയം പോർച്ചുഗീസിനായിരുന്നു. 1507 നവംബർ 14 പൊന്നാനി ആക്രമിച്ച അൽമേഡ കോഴിക്കോട് രാജ്യത്തിനും മാപ്പിളമാർക്കും വ്യാപക നാശനഷ്ടങ്ങൾ സമ്മാനിച്ചു. ഇതോടെ മാപ്പിള പോരാളികൾ സംഘടിച്ചു പ്രത്യാക്രമണം നടത്തുകയും ഭീകരമായ യുദ്ധത്തിന് നാശം സംഭവിക്കാൻ തുടങ്ങിയതോടെ പറങ്കിക്കപ്പലുകൾ കൊച്ചിയിലേക്ക് പിൻവലിഞ്ഞു. 1508 നടന്ന ചൗൾ യുദ്ധം മരക്കാർ സേനയുടെ കീർത്തി വർദ്ധിപ്പിച്ച പോരാട്ടം കൂടിയാണ്. 1510 ജനുവരി 3 പോർച്ചുഗീസ് ഭടന്മാർ പത്തേമാരിൽ കല്ലായി അഴിമുഖം വഴി കോഴിക്കോട് നഗരവും ആക്രമിച്ച് നശിപ്പിച്ചു. കുറ്റിച്ചിറ മിസ്കാൻ പള്ളിക്ക് തീ വെക്കുകയും പ്രാർത്ഥിക്കുകയായിരുന്ന വിശ്വാസികളെ കൂട്ടക്കൊല കിരിയാക്കുകയും ചെയ്തു. അതൊരു റമദാൻ നോമ്പ് മാസകാലമായിരുന്നു. കോട്ടമതിലുകൾ തകർത്ത് സാമൂതിരിയുടെ വിക്രമപുരം കൊട്ടാരം ആക്രമിച്ചു കൊള്ള ചെയ്തു. തീവെച്ചു. കോട്ട കാവലാളുകളായിരുന്ന കോഴിക്കോട് നായർ പോരാളികൾ പോർച്ചുഗീസ് സൈന്യവുമായി കനത്ത പോരാട്ടം കാഴ്ചവെച്ച് കോട്ടയ്ക്ക് പുറത്തേക്ക് അവരെ തുരത്തി ഓടിച്ചു. അപ്പോഴേക്കും ആക്രമണ വാർത്തയറിഞ്ഞ നായർ മുസ്ലിം യോദ്ധാക്കൾ സംഘടിച്ചെത്തി. ഇരുഭാഗത്തും ആൾനഷ്ടമുണ്ടായ യുദ്ധത്തിൽ ധാരാളം പോർച്ചുഗീസ് ഭടന്മാർ കൊല്ലപ്പെട്ടു. പരിക്ക് പറ്റിയ ക്യാപ്റ്റൻ അൽ ബുക്കർക്കും സംഘവും രക്ഷപ്പെട്ടു. പ്രതികാരമായി പറങ്കികൾ പൊന്നാനി ആക്രമിച്ചു 50 കപ്പലുകൾ നശിപ്പിക്കുകയും 70 മുസ്ലിങ്ങളെ കൊന്നൊടുക്കുകയും ചെയ്തു. തിരിച്ചടികൾ ശക്തമായതോടെ പോർച്ചുഗീസുകാർ തന്ത്രം മാറ്റി. ആ കാലഘട്ടത്തിലെ സാമൂതിരി ചതിൽ കൊല്ലപ്പെട്ടതായി ചരിത്രത്തിൽ കാണാം. നാടുവാണിരുന്ന സാമൂതിരി മരണപ്പെടുകയും അധികാരമേറ്റെടുത്ത സഹോദരൻ പോർച്ചുഗീസുകാരോട് സൗഹൃദം പ്രകടിപ്പിക്കുകയും ചെയ്തതോടെ അഫോൻസ ഡി അൽബുക്കർക്കിന് ഫാക്ടറിയും കോട്ടയും പണിയുന്നതിന് കോഴിക്കോട് രാജ്യത്ത് സ്ഥലം അനുവദിക്കാമെന്ന ഓഫർ നൽകപ്പെട്ടു. 1513 ഡിസംബർ 24 കോഴിക്കോട് പോർച്ചുഗീസ് കോട്ട കെട്ടാനുള്ള ധാരണാപത്രം ഒപ്പിട്ടതോടെ കുഞ്ഞാലി ഒന്നാമന്റെ നേതൃത്വത്തിൽ നടന്ന പോർച്ചുഗീസ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് ഇടവേള വീണു. പോർച്ചുഗീസുകാരുടെ രസിക്കാതിരുന്ന കുഞ്ഞാലി ഒന്നാമൻ ഇത് സംബന്ധിച്ച മുന്നറിയിപ്പുകൾ സാമൂതിരിക്ക് നൽകിയെങ്കിലും അവയൊന്നും രാജാവ് മുഖവിലക്കെടുത്തില്ല. പറങ്കികൾ കോഴിക്കോട് കോട്ട കെട്ടുകയും കോട്ടക്കരികിലുണ്ടായിരുന്ന മുസ്ലിം പള്ളി പൊളിച്ചു മാറ്റി അവരുടെ ആരാധനാലയം പണിയുകയും ഉണ്ടായി. കോഴിക്കോട് സമൂഹത്തിൽ ഇത് വലിയ പ്രതിഷേധം ഉണ്ടാക്കിയെങ്കിലും രാജധിക്കാരമായി അത് മാറിയേക്കുമെന്ന് ഭയന്ന് അവർ അതിൽ നിന്നും പിന്മാറി. വർഷങ്ങൾ പിന്നിട്ടതോടെ പോർച്ചുഗീസ് ധാരണകൾ ലംഘിച്ചു കോഴിക്കോട് അവകാശപ്പെട്ട തീരച്ചുഖത്തിന്റെയും ചരക്ക് നികുതിയുടെയും പാതി അവർ പിടിച്ചു വെച്ചു. ഭീഷണിയിലൂടെ ഇതര രാജ്യ കപ്പലുകൾക്ക് വലിയ ചുങ്കം ചുമത്തി പണം ഈടാക്കി. 1517 സാമൂതിരിയെ കൊല്ലാനുള്ള നീക്കവും നടത്തി.
പ്രകോപനങ്ങൾ പരമാവധി സൃഷ്ടിച്ചുവെങ്കിലും പറങ്കികൾക്കെതിരെ സൈനിക ചുവടുവയ്പ്പിന് കോഴിക്കോട് രാജാവ് താല്പര്യം കാണിച്ചില്ല. പറങ്കികളുടെ ആക്രമണത്തിൽ അമർഷം പൂണ്ടിരുന്നെങ്കിലും രാജശാസനയ്ക്ക് വിരുദ്ധമായി പ്രവർത്തനങ്ങൾ കുഞ്ഞാലിയുടെ ഭാഗത്ത് നിന്നുമുണ്ടായിരുന്നില്ല. 1522 പറങ്കികളോട് സൗഹൃദം പുലർത്തിയ സാമൂതിരി നാട് നീങ്ങുകയും പുതിയ സാമൂതിരി ചുമതല ഏൽക്കുകയും ചെയ്തതോടെ കാര്യങ്ങൾ മാറി മറിഞ്ഞു. പറങ്കികളുടെ നികുതിക്കൊള്ള അദ്ദേഹം അംഗീകരിച്ചില്ല. കടലിൽ പാസ് ഏർപ്പെടുത്തി നികുതി പിരിച്ചിരുന്ന പറങ്കി കപ്പലുകളെ തുരത്താൻ കുഞ്ഞാലി ഒന്നാമനോട് പുതിയ സാമൂതിരി ഉത്തരവിട്ടു. തുടർന്ന് കുട്യാലി മരയ്ക്കാർ, അലി ഇബ്രാഹിം, കുട്ടി ഇബ്രാഹിം എന്നിവരുടെ നേതൃത്വത്തിൽ പോർച്ചുഗീസ് കപ്പലുകളെ ആക്രമിച്ച മരയ്ക്കർ സൈന്യം 10 പറങ്കി കപ്പലുകൾ പിടിച്ചെടുത്തു. അറബിക്കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലും നേരിട്ട തിരിച്ചടികൾക്ക് പ്രതികാരമായി ചെങ്കടലിലൂടെ യാത്ര ചെയ്യുന്ന കോഴിക്കോട് കപ്പലുകളെ ആക്രമിച്ച് നശിപ്പിച്ചായിരുന്നു പോർച്ചുഗീസുകാർ അരിശം തീർത്തത്. ചെങ്കടലിലൂടെ യാത്ര ചെയ്യണമെങ്കിൽ തങ്ങൾക്ക് ഖനം നൽകണമെന്ന അലിഖിത വ്യവസ്ഥ പറങ്കികൾ നടപ്പിലാക്കി. പറങ്കികൾ തീർത്ത വെല്ലുവിളിയെ തട്ടിമാറ്റിയ കുഞ്ഞാലി ഒന്നാമൻ 1523 കോഴിക്കോട്ട് നിന്ന് കുരുമുളക് കയറ്റി 8 വലിയ കപ്പലുകൾ 40 ഓടങ്ങളുടെ നാവിക അകമ്പടിയോടെ ചെങ്കടലിലൂടെ ലക്ഷ്യസ്ഥാനത്തെത്തിച്ചു. കോഴിക്കോട് നാവികസേനയുടെ ആഗമനം അറിഞ്ഞ പോർച്ചുഗീസ് കപ്പലുകൾ സുരക്ഷിത താവളങ്ങൾക്ക് മാറിയതിനാൽ ഏറ്റുമുട്ടലുകൾ ഒന്നും സംഭവിച്ചില്ല. അതേ വർഷം പന്തലായനി, കൊല്ലം, തിരൂരങ്ങാടി, പരപ്പനങ്ങാടി തുടങ്ങിയ സ്ഥലത്ത് നിന്നുള്ള മാപ്പിള യോദ്ധാക്കൾ പോർച്ചുഗീസ് സൈന്യവുമായി ഏറ്റുമുട്ടുകയും ചെറിയ കപ്പൽ പിടിച്ചെടുക്കുകയും ചെയ്തു. 1524 ഈജിപ്തിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നും വന്ന വ്യാപാരി സമൂഹത്തെ കോഴിക്കോട് അങ്ങാടിയിൽ വെച്ച് പറങ്കികൾ ആക്രമിച്ചു. അതോടെ ഇരു കൂട്ടരും തമ്മിൽ യുദ്ധം നടന്നു. അതേ വർഷം തന്നെ കാനറ രാജ്യത്തിൽ നിന്നും കോഴിക്കോടേക്കുള്ള ഭക്ഷ്യ ഇറക്കുമതി പോർച്ചുഗീസ് നാവികപ്പട തടഞ്ഞു. ഇതോടെ പോർച്ചുഗീസുകാർക്ക് മുൻ സാമൂതിരി അനുവദിച്ചു കൊടുത്ത കോട്ടയും ഫാക്ടറിയും ഒഴിഞ്ഞു തരാൻ സാമൂതിരി ആവശ്യപ്പെട്ടും പറങ്കികൾ വഴങ്ങിയില്ല. ഗോവ വൈസ്രോയി വാസ്കോഡിഗാമ 300 സൈനികർ അടങ്ങിയ കപ്പലിനെ കോഴിക്കോട് ആക്രമിക്കാൻ അയച്ചതോടെ കുഞ്ഞാലി ഒന്നാമന്റെ നേതൃത്വത്തിൽ പറങ്കികൾക്കെതിരെ പ്രതിരോധ വലയം തീർത്തു. 1925 പോർച്ചുഗീസ് ഗവർണർ അയച്ച പറങ്കി സൈന്യം കോഴിക്കോടിന്റെ 2ാം സ്ഥാനവും നാവിക കേന്ദ്രമായിരുന്ന പൊന്നാനി ആക്രമിച്ച് 100 കണക്കിന് പേരെ കൊല്ലുകയും സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയും ഭവനങ്ങളും പാണ്ഡികശാലകളും കപ്പലുകളും കൃഷികളും തീ വെച്ച് നശിപ്പിക്കുകയും ഉണ്ടായി. ഇത് 1525 1525 നവംബർ 2 മാപ്പിള പോരാളികൾ പറങ്കി കോട്ട ആക്രമിച്ച് വ്യാപകമായ നാശനഷ്ടങ്ങൾ വരുത്തി. തുടർന്ന് ചെമ്പകശ്ശേരി രാജാവിന്റെ സഹായത്തോടെ പോർച്ചുഗീസ് സൈന്യം പന്തലായനി തുറമുഖം ആക്രമിച്ചു കോഴിക്കോടിന്റെ നിരവധി ചരക്ക് കപ്പലുകൾ പിടിച്ചെടുത്തു. ചെമ്പകശ്ശേരി രാജാവിന്റെ നിർദ്ദേശാനുസരണം ചെമ്പകശ്ശേരിയിലെ അരയന്മാരാണ് പോർച്ചുഗീസുകാരെ സഹായിച്ചത്. ആക്രമണത്തിന് ശേഷം പോർച്ചുഗീസുകാർ ഇവരെ വെടിവെച്ചു കൊന്നു. അതോടെ ചെമ്പകശ്ശേരി പോർച്ചുഗീസ് സൈന്യ സഖ്യത്തിൽ നിന്നും മാറി. പന്തലായനി ആക്രമണത്തിന് മറുപടിയായി കൊച്ചിയിലെ പോർച്ചുഗീസ് കേന്ദ്രങ്ങൾ ആക്രമിക്കാനുള്ള തന്ത്രങ്ങൾ കുഞ്ഞാലി ഒന്നാമൻ ഒരുക്കി. കുട്യാലി മരക്കാരന്റെ കീഴിൽ കൊച്ചി ആക്രമിച്ച മരക്കാർ സൈന്യം മുഴുവൻ പറങ്കി കപ്പലുകളും അഗ്നിക്കിരയാക്കി. 1526 ജൂണിൽ കോഴിക്കോട്ടെ പറങ്കിക്കോട്ട സാമൂതിരിയുടെ സൈന്യം ആക്രമിച്ചു. 1526 സെപ്റ്റംബറിലും ഒക്ടോബറിൽ കോഴിക്കോട്ടെ പറങ്കിക്കോട്ട തിരിച്ചുപിടിക്കാൻ കപ്പൽപ്പട വ്യൂഹവുമായി എത്തിയ പോർച്ചുഗീസ് സൈനിക മേധാവിയും സംഘത്തെയും കുഞ്ഞാലിയും സംഘവും അതിശക്തമായി നേരിട്ടു. തിരിച്ചടിയിൽ നിരവധി പോർച്ചുഗീസ് കപ്പലുകൾ നശിക്കുകയും കനത്ത ആൾ നഷ്ടം സംഭവിക്കുകയും സൈനിക മേധാവി കൊല്ലപ്പെടുകയും ചെയ്തു. നിരന്തര സംഘർഷങ്ങളും യുദ്ധങ്ങളും നേരിടാനാവാതെ അതേ വർഷം കോട്ട ഉപേക്ഷിച്ച് പോർച്ചുഗീസുകാർ രായ്ക്കുരാമാനം സ്ഥലം വിട്ടു. പറങ്കികൾ കോട്ട ഉപേക്ഷിച്ച് കയറിയത് വെടിമരുന്ന് തീ കൊളുത്തിയ ശേഷമായിരുന്നു. ചതിയറിയാതെ കോട്ടക്കുള്ളിലേക്ക് ഇരച്ചു കയറിയ 2000 നായർ മാപ്പിള പടയാളികൾ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടു. 1528 വീണ്ടും പോർച്ചുഗീസ് ആക്രമണം കോഴിക്കോട് തുറമുഖത്തിന് നേരെയുണ്ടായി. കനത്ത നഷ്ടം സമ്മാനിച്ചുവെങ്കിലും പൂർണ്ണമായും പറങ്കി കപ്പലുകളെ തുരത്താൻ കോഴിക്കോടിനായി. ഇതേ തുടർന്ന് കടലിലൂടെയുള്ള കൊച്ചി ഗോവ ചാനലും കുഞ്ഞാലി ഒന്നാമൻ തടയണയിട്ടു. 1528 പൊന്നാനിപ്പുഴയ്ക്ക് വടക്ക് താനൂരിൽ കോട്ട നിർമ്മിക്കാൻ സാധന സാമഗ്രിയുമായി നിരവധി പറങ്കി കപ്പലുകളും പീരങ്കികളും വെടിമരുന്നുകളുമായി കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ടു. ഇതിനെ തടയാനായി മക്കത്തും ഉൾപ്പെടെയുള്ളവരുടെ കീഴിൽ മാപ്പിള പോരാളികൾ സംഘടിച്ചു. കപ്പലുകൾ കരക്കണിയില്ലെന്ന് സിദ്ധന്മാർ പ്രവചനം നടത്തി. ഒരു ചെറിയ കപ്പൽ ഒഴികെയുള്ള മുഴുവൻ കപ്പലുകളും വെളിയങ്കോടിനടുത്ത് കൊടുങ്കാറ്റിലകപ്പെട്ട് തകർന്നു. ഇത് സിദ്ധന്മാരുടെ അത്ഭുത പ്രവൃത്തിയായി യോദ്ധാക്കൾ വാഴ്ത്തി. ബാക്കിയായ പറങ്കികളെ വെളിയങ്കോട്ട് മാപ്പിള യോദ്ധാക്കൾ എതിരിട്ട് തോൽപ്പിച്ചു. വലിയ പീരങ്കികൾ പറങ്കികളിൽ നിന്ന് പിടിച്ചെടുത്ത് സാമൂതിരിക്ക് കാഴ്ചവെച്ചു. സൈനികരും കൊച്ചിയിലേക്ക് പിൻവാങ്ങി. പിന്നീട് കുഞ്ഞാലി കൊച്ചിയിലെ പറങ്കി കപ്പലുകളും ആക്രമിച്ചു. അതേ വർഷം കന്യാകുമാരിയിൽ താവളം അടിച്ചിരുന്ന പറങ്കി കപ്പലുകളെ കുഞ്ഞാലിയുടെ സൈന്യം എതിരിട്ട് നശിപ്പിച്ച് കടലിൽ ആഴ്ത്തി.
അറബിക്കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലും മരക്കർ സൈന്യത്തിന് ഭയന്ന് സ്വസ്ഥമായി സഞ്ചരിക്കാനുള്ള സ്ഥിതി പോർച്ചുഗീസുകാർക്ക് വന്നെത്തി. മാറി വരുന്ന സാമൂതിരിമാർ പറങ്കികളുമായി ഇണങ്ങിയും പിണങ്ങിയും കഴിയുന്ന ആ കാലയളവിൽ വലിയ യുദ്ധങ്ങൾക്ക് മലയാള തീരങ്ങൾ ആ സാക്ഷ്യം വഹിച്ചില്ലെങ്കിലും സിലോൺ, കായൽ പട്ടണം എന്നീ രാജ്യക്കടൽ തീരങ്ങൾ പറങ്കിപ്പടയുമായി ശക്തമായ പോരാട്ടങ്ങൾ കുഞ്ഞാലിയുടെ കീഴിൽ നടന്നുകൊണ്ടേയിരുന്നു. കോഴിക്കോട് മുതൽ കിഴക്ക് നാഗപട്ടണം വരെയുള്ള പോർച്ചുഗീസ് കപ്പലുകൾ കുഞ്ഞാലി ആക്രമിച്ചുകൊണ്ടേയിരുന്നു. 1937 1537 നാഗപട്ടണത്തെ പോർച്ചുഗീസ് ആസ്ഥാനം കുഞ്ഞാലി ആക്രമിച്ചു. ഗവർണർ മാർട്ടിൻ ഡിസൂസയുടെ കീഴിൽ വൻ സൈനിക സന്നാഹം എത്തിയിട്ടും കുഞ്ഞാലിയുടെ ആക്രമണങ്ങൾ ശരിയാവണ്ണം പ്രതിരോധിക്കാൻ പോർച്ചുഗീസിനായില്ല. പോർച്ചുഗീസുകാരുടെ തന്നെ നിരീക്ഷണത്തിൽ വർഷാവർഷം ചുരുങ്ങിയത് 50 പോർച്ചുഗീസ് കപ്പലുകളെങ്കിലും കുഞ്ഞാലിയുടെ സൈന്യം ആക്രമിച്ച് നശിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ ഗ്രാങ്കനൂരിൽ നടന്ന യുദ്ധത്തിൽ മരക്കർ സേനക്ക് കടുത്ത ആഘാതമേൽപ്പിച്ച് ക്യാപ്റ്റൻ ഇബ്രാഹിം കുട്ടി മരക്കർ കൊല്ലപ്പെട്ടു. 1538-39 സിലോണിലെ വിതുലയിൽ അരങ്ങേറിയ യുദ്ധത്തിലാണ് കുഞ്ഞാലി ഒന്നാമൻ കൊല്ലപ്പെടുന്നത്. കൂറുമാറി പോർച്ചുഗീസ് പട്ടാളത്തോടൊപ്പം ചേർന്ന സിലോൺ സേനാധിപൻ മൈതുനയുടെ അപ്രതീക്ഷിത നീക്കവും സൈനിക മേധാവിയുടെ നേതൃത്വത്തിലെത്തിയ വൻ കപ്പൽ പടയുടെ ആകസ്മിക ആക്രമണവും മരക്കർ സൈന്യത്തെ ഛിന്നഭിന്നമാക്കുകയും കുട്ടി ഇബ്രാഹിമും കുഞ്ഞാലിയും അടക്കം 800ഓളം മുസ്ലിം പോരാളികൾ കൊല്ലപ്പെടുകയായിരുന്നു. കൂറുമാറി പോർച്ചുഗീസ് പക്ഷം ചേർന്ന സിലോൺ സേന ഇവരെ ചതിച്ചു കൊലപ്പെടുത്തുകയുമായിരുന്നു എന്നാണ് ചരിത്രകാരന്റെ നിഗമനം. ഇതോടെ ഒന്നാം കുഞ്ഞാലി മരക്കാരുടെ ചരിത്രം ഇവിടെ അവസാനിക്കുകയാണ്. ഇതിന്റെ മുഴുവൻ ഭാഗങ്ങളും കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാവുകയുള്ളൂ. മരക്കാർ ഫാമിലിയുടെ കൂടുതൽ ചരിത്രമായി അടുത്ത എപ്പിസോഡിൽ വരാം. നന്ദി, നമസ്കാരം.